ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് മങ്കയം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു പാർക്കുണ്ട് ചെറിയ, അതിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളുടെ ഈ ഇതുവഴിയെ നടന്നു പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി എന്നുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയിൽ നമ്മളങ്ങോട്ട് പയ്യെ നടന്നു പോകാം. നമ്മൾ മങ്കയത്ത് ആദ്യമായിട്ട് വന്ന് ഇറങ്ങുമ്പോഴത്തേനും താണ്ടെ എൻ്റെ പുറയിൽ കാണുന്ന ചെറിയൊരു പാർക്കാണ്. അവിടെ വന്നിരിക്കാം, നമ്മൾ ഭക്ഷണം എന്തെങ്കിലും പുറത്തുനിന്നുകൊണ്ട് അവിടെ വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ ഇരുന്നാൽ മതി. പിന്നെ അതിൻ്റെ താഴെ താണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേളിൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കിയാണ് ഇവിടെ കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കിയല്ല, സോറി, ആ വെള്ളച്ചാട്ടം അവിടെ നിന്ന് താഴോട്ട് ഒഴുകി വരുന്ന ഭാഗം ഇവിടെയാണ്. കൂട്ടുകാരെ, മങ്കയം വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ട വഴിയപ്പോൾ ഇതാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് അങ്ങോട്ട് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് നേരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഗൈസ്, നമ്മളിപ്പോൾ താഴേന്ന് കയറി വന്ന വഴി ഇതാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് താഴേന്ന് കയറി വരാൻ. നല്ല കാടിൻ്റെ മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്ന് താഴെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അത് തന്നെയാണെന്ന് അറിഞ്ഞൂടെ. മങ്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അതാണെന്ന്. അതുകൊണ്ട് അവിടെയാണ് ഉണ്ട്. ഇവിടെ ചെറിയൊരു വാട്ടർഫാള് കാണുന്നുണ്ട്. അത് തന്നെയാന്തോ. അടിപൊളി. നല്ല പാറയുടെ അടുത്തൂടെയൊക്കെ വേണം പോകാൻ. അയ്യ, എന്താ രസമല്ലേ. ഇന്നിപ്പോൾ ഞാൻ തിങ്കളാഴ്ച ദിവസം ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല രസമുണ്ട്. ഇതൊക്കെ വന്ന് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അത് തന്നെ, തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല ഇവിടെ. താഴെ ഒരു ഇത് കാണുന്നുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അതും ഈ മങ്കയം വെള്ളച്ചാട്ടം തന്നെയാണെന്ന് തോന്നുന്നു. അതുപോലെ താണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതുവഴി ഇങ്ങനെ വഴി ഇങ്ങനെ മേളിലോട്ട് കിടക്കുന്നു. എനിക്ക് തോന്നി അവിടെയും വേറെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നണം. ആയിരിക്കാം വഴി ഇങ്ങനെ മേളിലോട്ട് പോകുന്നത്. കാടിൻ്റെ വന്യമായൊരു ഭംഗി ഉണ്ട് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം തന്നെ. അപ്പോൾ ആ മേളിലോട്ടുള്ള വഴി ഇതാണ്. നമ്മൾ താഴേന്ന് കയറി ഒന്നുമല്ല തന്നെ. സൈഡിൽ ഇങ്ങനെ ഒരു ഹാൻഡ് റെയിലുണ്ട്. പിന്നെ നല്ല വൃത്തിയായിട്ടുള്ള സ്റ്റെപ്പൊക്കെ വാർത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ വീഴുമെന്നൊന്നും പേടിക്കണ്ട. മഴക്കാലത്ത് ചിലപ്പോൾ ഒന്ന് സൂക്ഷിക്കണമായിരിക്കും. പക്ഷെ ഇപ്പം എന്തായാലും കുഴപ്പമില്ല, നല്ല സ്റ്റെപ്പാണ്. അടിപൊളി. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടെങ്കിലും വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്ന ശരിക്കുള്ള വെള്ളച്ചാട്ടം മേളിൽ കാണുന്ന അതാണ്. മഴ സമയത്ത് ഇതിൽ നിന്ന് ശരിക്കും വെള്ളം കാണും. കുറച്ചുകൂടെ അടിപൊളിയായിരിക്കാം. അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവുമായിരിക്കും. മങ്കയം വെള്ളച്ചാട്ടത്തിനെ കുറിച്ച്, വെള്ളച്ചാട്ടം ഇതാണ് സംഭവം. പക്ഷെ നല്ല ഇച്ചിരി മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വന്നത് നല്ല വെയിൽ സമയമല്ലേ, നല്ല മഴ സമയത്ത് വന്നെങ്കിൽ നല്ലൊരു കിടക്കാച്ചി വെള്ളച്ചാട്ടം കാണാം. ഇവിടെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. കൂട്ടുകാരെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മങ്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. തിങ്കളാഴ്ച ദിവസം അത് നേരത്തെ ആയതുകൊണ്ട് ഇപ്പോൾ ആളില്ല, ആൾ കുറവാണ്, ആരെയും കാണാനില്ല.
ഒന്നോ രണ്ടോ കോളേജ് സ്റ്റുഡൻസ് അത് എല്ലായിടത്തും നമ്മൾ കാണുന്നതാണല്ലോ, എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും. അതുപോലെ ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോഴായിട്ട്. നേരത്തെ ഞാൻ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല വെള്ളച്ചാട്ടം. നമ്മളെ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള വിവരണം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് കൂടുതലായിട്ട് ഇത് വെള്ളച്ചാട്ടത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. പിന്നെ ഇവിടെ പറഞ്ഞവർ ശ്രദ്ധിക്കുക, വഴുക്കലുള്ള പാറയാണ്. ഇറങ്ങി കുളിക്കുമ്പോൾ വഴുതി വീണ് കഴിഞ്ഞാൽ നല്ല അപകടങ്ങൾ പറ്റും, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യണം, ഇനി ആള് വന്നു. അതുകൊണ്ട് എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.